പകൽപ്പൂരത്തിൻ്റെ തന്നെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന നാട്ടുമ്പുറത്ത് നമ്മുടെ അമ്പലമാണ് കിഴൂർ പൂരത്തിൻ്റെ കിഴൂർ കാർത്തിയാനി ക്ഷേത്രം. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ആനകൾ ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്ന രീതിയിൽ അമ്പലം വലം വെച്ച് ആനകൾ വരുന്നുണ്ട്. നല്ല രസമായിട്ട് മേളം കൊട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ യൂട്യൂബിൻ്റെ പുതിയ റൂൾ അനുസരിച്ചിട്ട് മേളങ്ങൾ എത്ര ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടും കോപ്പിറൈറ്റ് വരികയാണ്. ഞാൻ സ്പീഡ് 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടിയൊക്കെ ഇട്ട് നോക്കിയൊന്നും നടക്കണില്ല. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇത് നിങ്ങളിലേക്ക് ഈ സൗണ്ട് ഇത്രയും ഭംഗിയിൽ എത്തിക്കാൻ പറ്റാത്തതിൽ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാനിത് ഇടുന്നുണ്ട്, അതിൽ പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കുന്നു. അപ്പോൾ അതായത് നമ്മുടെ ശ്യാമവാനിയിലെ ഏതോന്ന് പറഞ്ഞ പാട്ടിൽ കുന്നി മണി കുന്നിറങ്ങി തെന്നലിന്ന് വന്നുവോ എന്നുള്ള ആ പാട്ടിലെ ആ വരികൾ ശരിക്കും മാച്ചാവുന്ന സ്ഥലമാണ് നമ്മുടെ കിഴൂർ അമ്പലത്തിൻ്റെ ആനകൾ ചുറ്റി വരുന്ന അമ്പലം വരുന്ന ചിത്രങ്ങൾ കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഒരു 6:30-ക്കൊക്കെ 6 മണി 6:30-ക്ക് പുലർച്ചെ പൂരം വ്യാഴാഴ്ച ആയിരുന്നു, വെള്ളിയാഴ്ച പുലർച്ചെ ഒരു 6 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിന്ന് പൂരം കണ്ടു ഒരു 8:30 വരെ ഗംഭീരമായിട്ട് പൂരം കാണാം. മറ്റുള്ള പല അമ്പലങ്ങളിലും പുലർച്ചെ പൂരം വെറും എന്താ പറയുക കാട്ടിക്കൂട്ടലും വഴിപാടാകുമ്പോൾ ഇവിടെ പകൽപ്പൂരത്തിന് എഴുന്നള്ളിച്ച സ്ഥലത്ത് വന്ന് ആനകൾ നിരന്ന് കഴിഞ്ഞ് ആനകൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു 3 റൗണ്ട് മേളടിച്ചിട്ട് പോവുകയാണ്. മേളടിക്കുക പറഞ്ഞാൽ വെറുതെ തട്ടിക്കൂട്ടൊന്നുമില്ല. ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഒരു മേളടിച്ച് അമ്പലം ചുറ്റി വന്ന് 2ാമത് മേളടിച്ച് അമ്പലം ചുറ്റി വന്ന് 3ാമത് മേളടിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുക. നല്ല രസമായിട്ടുണ്ടെന്നുണ്ട് മേളദോഷങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഇന്നലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കോപ്പിറൈറ്റ് കിട്ടിയപ്പോൾ ഞാൻ നിർത്തി. ഇന്ന് ഞാൻ 2-3 പ്രാവശ്യം നോക്കി നിർത്തി, പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സൗണ്ട് കൊടുക്കണത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എടുത്ത ദൃശ്യം മേളാണ്. അത് കഴിഞ്ഞിട്ട് അമ്പലം ചുറ്റി വരുന്ന ദൃശ്യമാണത്. ഞാൻ കുറേ ദൃശ്യങ്ങൾ ഒഴിവാക്കി. ഏകദേശം 30 മിനിറ്റ് വരുന്ന വീഡിയോ ഇപ്പോൾ ട്രിം ചെയ്ത് ഏകദേശം ഒരു 8 മിനിറ്റ് പോലും ഇല്ലാത്ത വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണത്. അമ്പലം ചുറ്റിയിട്ട് ആനകൾ വന്ന് നിൽക്കുന്ന ദൃശ്യമാണ്. എന്നിട്ട് അടിപൊളി മേളുണ്ട്. എന്ത് രസമാണെന്ന് അറിയുമോ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ട് മേള ആസ്വദിച്ചു. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വിഷമമുള്ള കാര്യം തന്നെയാണ് മേളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്. ആനകൾ തൊഴുന്ന ദൃശ്യമാണ് ആദ്യം കൂടെ ഏറ്റവും അവസാനത്തെ ദൃശ്യമാണ് ആനകൾ തൊഴുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ ആവാൻ വേണ്ടി കാണുന്നവർക്ക് അട്രാക്ഷൻ ആവാൻ വേണ്ടി ആദ്യം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മേളമായിരുന്നു. ഞാൻ എത്തുമ്പോൾ ഒരു 7:20 എത്തിയുമ്പോൾ അമ്പലത്തിൽ. അപ്പോൾ മേളം കണ്ടു. മേളം കഴിഞ്ഞ് പിന്നെ ചുറ്റാൻ പോയി. ചുറ്റിയിട്ട് അമ്പലം റൗണ്ട് ചെയ്ത് കുന്നിമണി കുന്നിറങ്ങി വരിക എന്നുള്ള ഒരു പോഷൻ പോലെ ഉണ്ടല്ലോ, അവിടെ എത്തണ സീനാണ്. അപ്പോൾ വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക. യൂട്യൂബ് ഈ റൂൾ എടുത്ത് മാറ്റണത് വളരെ നല്ല കാര്യമാണ്. യൂട്യൂബ് എങ്ങനെയും ഈ റൂൾ എടുത്ത് മാറ്റണം. കാരണം നമ്മൾ പല യൂട്യൂബേഴ്സും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് അവസാനം ഇത് എത്തിക്കാൻ പറ്റാണ്ട് നമ്മൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ.
അതിന്റെ പീതോ ഇനി പിന്നെ അടുത്തല്ലേ കഴിഞ്ഞ